ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിസംബർ മന്തിൽ നടന്നൊരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ആയതാണ്. ഞങ്ങളിത് വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിലേക്കുള്ളൊരു ട്രിപ്പ്, ഫാമിലി ട്രിപ്പാണിത്. ഫാമിലി ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ. അപ്പോൾ നാട്ടിലുള്ള ഞങ്ങൾ മാത്രം ഒരുമിച്ച്, അതായത് എൻ്റെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഞാൻ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ട്രിപ്പ് പോകുന്നതാണ്. വയനാട് കുറേ ആയിട്ട് പ്ലാൻ ചെയ്തു വയനാട്ടിലേക്കൊന്ന് പോയാലോ എന്ന്. പക്ഷേ ഓരോ കാരണത്താൽ നടന്നില്ല. അങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഫൈനലി. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ആയപ്പോഴത്തേക്കും റിസോർട്ടൊക്കെ ഫില്ലാകുക, നമ്മൾ അങ്ങനെയൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് സമയമില്ല. പെട്ടെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്ത റിസോർട്ട് മാറ്റിയിട്ട് ഞങ്ങൾ വേറെ ഒന്ന് പെട്ടെന്ന് കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാനിട്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്ന ബാണാസുര സാഗർ, അതറിയില്ല, ബാണാസുര ഡാമൊക്കെ ഉള്ള അവിടെ ഞങ്ങൾ പോവുകയാണ്. അവിടെയാണ് റിസോർട്ട് വരുന്നത്. സീ ഗോട്ട് റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്ന സമയത്ത് വയനാട് ചുരമൊക്കെ കയറി പോകുമ്പോഴുള്ള ഒരു ഫീല് വേറെ തന്നെ ഒരു ഫീലാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം കൂടുതൽ നമ്മൾ വഴികളുടെ ബ്യൂട്ടി എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കുറച്ച് അരോചകവും ബോറിംഗ് ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി കുറച്ചേ വെച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ഫീല് വേറെ തന്നെ ഒരു ഫീലാണ്. ചുരം കയറി ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ കോഴിക്കോടുകാർക്കൊക്കെ എളുപ്പമാണ്, മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് എളുപ്പമാണ് വയനാട് ആക്സസ് ചെയ്യാനെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊരു വികാരമാണ് ഈ ചുരം കയറുക എന്നുള്ളൊരു ഫീല്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെങ്ങനെ വെച്ചാൽ നല്ല സൂത്തിങ് ആയിട്ടുള്ള മെലഡീസ് പാട്ടുകളൊക്കെ വെച്ച് ചുരമൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു ഫീലും ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടാറില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ ഞങ്ങൾ വണ്ടി നിർത്തി. അവിടെ ഫുഡ് കഴിക്കാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ്, 2 മണി ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ചെക്ക് ഇൻ ഉള്ളത് റിസോർട്ടിൽ. അപ്പോൾ നമ്മൾ ബൈ ദ ടൈം നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ, ലഞ്ച്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. അതെ, ബിരിയാണി. എനിക്ക് കൺഫ്യൂഷൻ, ഫ്രൈഡ് റൈസ് ആണോ ബിരിയാണി ആണോ എന്ന്. കാരണം ഞാൻ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്ന 2 സാധനങ്ങൾ അതാണ്. അതായത് കഴിച്ചു, അവർ ചോറൊക്കെയാണ് കഴിച്ച്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ പുറപ്പെട്ടു. വീണ്ടും ഈ കാണുന്നത് അവിടെ എന്തോ ആക്ടിവിറ്റീസ് നടക്കുകയാണ്. ബങ്കി ജമ്പിങ് ആണോ സിപ്പ് ലൈൻ ആണോ എന്താണെന്നറിയില്ല. അവിടെ എന്തോ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ നേരെ പിടിച്ചത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കാണ്. ബാണാസുര സാഗർ ആ ഭാഗത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയൊക്കെ ഓക്കെയാണ്, നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ പോകുന്ന റിസോർട്ടിലേക്കുള്ള വഴി. ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫുള്ളും ഓഫ് റോഡ് പോലെയാണ്, പ്രോപ്പറായിട്ടുള്ള റോഡല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇത് റിസോർട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ റോഡ് ഭയങ്കര അവസ്ഥയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ജീപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും അറിയില്ല, നമ്മുടെ വണ്ടിയായിട്ടാണ് പിന്നെയും കുലുക്കൊന്നും അറിയാത്തത്. പക്ഷെ കുറച്ചും കൂടി ചെറിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴേൽ അടിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണോ റോഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു കുറച്ച് ദൂരം. അങ്ങനെ ഞാൻ ഡയറക്ഷൻ കൊടുക്കായിരുന്നു, ഓക്കെ വന്നോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴി. അപ്പോൾ റിസോർട്ടിലേക്കുള്ള വഴിയിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് ഇങ്ങനെ ചെറിയ വില്ലകൾ പോലെയുള്ളതാണ് കേട്ടോ. ഓരോ വീടുകളാണ്, നമുക്ക് സ്റ്റേകളാണ്, ഓരോരോ സ്റ്റേ ആണ്. ഈ ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെയാണ് ഈ ഭാഗത്തേക്ക്. അതിൻ്റെ പൊക്കത്തേക്ക് കാണുന്നതൊക്കെ അവരുടെ റിസപ്ഷനും, അതുപോലെ തന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പൂളുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാൻറ്റീൻ പോലത്തെ കാര്യങ്ങൾ, ഹോട്ടൽ പോലെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ദൂരേക്ക് നടക്കാനൊക്കെ ഉള്ള ഏരിയകളുണ്ട്. അവിടെ ഇൻഡോർ ഗെയിംസ് ആയാലും ക്യാമ്പ് ഫയർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചുറ്റി നടക്കുന്നതൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് റിസപ്ഷൻ. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എഴുതി ദ സീ ഗോട്ട് ബാണാസുര എന്നുള്ളതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. റിസപ്ഷനാണിത്. നല്ല തന്നെയായിരുന്നു ഓൾ ടുഗെദർ നോക്കിക്കഴിഞ്ഞാൽ. റിസപ്ഷനിലുള്ള ആളൊക്കെ ആണെങ്കിലും നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പേഴ്സണലി പറയാനുള്ളത് ഞാൻ റൂമിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. ഇത് റിസപ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നമ്മുടെ
ബാണാസുരയുടെ. അത് നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ ഭയങ്കര വെയിലാണ്. പൂളിലേക്കും നല്ല വെയിലൊക്കെയാണ്, പക്ഷെ പൂളിലെ വെള്ളം നല്ല തണുപ്പാണ്. ഇൻഫിനിറ്റി പൂൾ ആണ്. അപ്പോൾ ഞങ്ങൾ കയറി വന്നിരുന്നു. അവിടെ കിച്ചുവാണെങ്കിൽ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. ആൾക്കിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല വ്യൂ ഒക്കെ കാണുമ്പോൾ ആളിങ്ങനെ ഫോട്ടോ എടുക്കും. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് കീയുമായിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വെൽക്കം ഡ്രിങ്ക് എത്തി. ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജ്യൂസാണ് ഗ്രേപ്സ്. അങ്ങനെ ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ചു. ഞങ്ങൾ കീയൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചുറ്റിലും വെയിലാണ് പ്രശ്നം. വെയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഭയങ്കര വെയിലാകുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വഴി കൂടെ നടന്നു കഴിഞ്ഞത് ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ. ഒരു ദിവസത്തേക്കുള്ള നമ്മുടെ സ്റ്റേ ഇതാണ്. 2 ഫ്ലോറായിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോറിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്സ് ഉണ്ട്. താഴേക്കാണ് 2 റൂംസ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിറ്റിംഗ് ഏരിയ, ഡൈനിങ്ങിൻ്റെ വേണ്ടിയിട്ട്, പിന്നെ കോഫി ടീ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്, കിച്ചൺ പോലെ. അവിടെ നമുക്ക് സെൽഫായിട്ട് ടീ ഉണ്ടാക്കി കുടിക്കാം. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ആവുന്ന ഈ ഡോറ്. ഇവിടെ നമുക്ക് ചുമ്മാ ഇരുന്ന് ചില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നേരെ താഴേക്കായിട്ട് സ്റ്റെയർ കേസ് ഉണ്ട്. ഈ സ്റ്റെയർസ് ഇറങ്ങി സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് റൂമുകളും ടോയ്ലറ്റും ഒക്കെ വരുന്നത്. അവിടെ ആ റിസപ്ഷനിലുള്ള ആൾ നിൽക്കുന്ന ആ ഏരിയയിലുള്ളതാണ് നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. കോമൺ ടോയ്ലറ്റാണ് ഒന്നുള്ളത്, കോമൺ ബാത്റൂമാണ്. അത് കഴിഞ്ഞ് ഇതാണ് ഒരു റൂം. ഈ റൂമിലാണ് ഞങ്ങൾ ശരിക്കും കിടന്നിരുന്നത്. ഇവിടെയാണ് ബാത്ത് അറ്റാച്ച്ഡ് റൂമുള്ളത്. മറ്റേ റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് റൂമല്ല, ബെഡ്റൂം അല്ലായിരുന്നു. ഈ റൂമിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എത്തും. പക്ഷെ വേറൊരു പ്രശ്നം നിങ്ങൾ നോട്ടീസ് ചെയ്തോ എന്നറിയില്ല, വാതിലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടായി. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. വേറെ അതല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളൊരു നൈറ്റിലേക്കുള്ളൊരു സ്റ്റേ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ മെയിൻലി, അതുകൂടെ എടുത്ത് പറയണം. അപ്പോൾ ഇതിൽ കൂടെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ മറ്റേ റൂമിൽ നിന്നും ഈ റൂമിൽ നിന്നും പുറത്തേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമായിരുന്നു ഞങ്ങൾ ആദ്യം എടുത്തത്. പിന്നീട് ഞങ്ങൾ റൂം ചേഞ്ച് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നു കഴിഞ്ഞ ശേഷം ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങാനായിട്ട് ചെന്നു. അപ്പോഴാണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഞാനത് കാരണം തല വഴി ടവലൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അല്ലാതെ എനിക്ക് കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെയിലിൽ. പിന്നെ പൂളിൽ ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു വിഷയമുണ്ട്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ മസ്തിഷ്ക ജ്വരം എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടില്ലേ? ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി കെയർഫുള്ളായിരുന്നു. എനിക്കും മുങ്ങണം, നീന്താൻ ശ്രമിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡൊക്കെ കുളിച്ചു കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിലും അത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ്. അച്ഛൻ നല്ല നീന്തുന്ന ആളാണ്, സ്വിമ്മിങ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീണ്ടും ഒന്ന് വർക്കിങ്ങിന് ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞിരുന്നു വൈകിട്ടാവുമ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ട്, ഇൻഡോർ ഗെയിംസ് വേണമെങ്കിൽ കളിക്കാം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു ഓപ്ഷനുണ്ട്. ഞങ്ങൾ അവിടെ പൂള് കണ്ടില്ല, പൂളിൻ്റെ സൈഡിൽ തന്നെ വൈകിട്ട് 4 മണിക്കോ 5 മണിക്കോ എന്തോ ആയിട്ട് അവരെ ഈ സൈക്ലിംഗ് ഇതൊക്കെ ഇല്ലേ, സിപ്പ് ലൈന്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല, ഡാം അവിടെ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള ഏരിയ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് പിന്നീട് പോകുന്നത്. ഇതൊക്കെ അന്ന് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട്, ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. അവിടെ ഈ പൂളിൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങളിപ്പോൾ നേരെ കാണുന്ന പൂള്
നന്നായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നടക്കുന്ന സമയത്താണ് ഇവർ ബാക്കിയുള്ള ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ആടാനായിട്ട് ഊഞ്ഞാല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സീസോ സ്ലൈഡിങ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയുള്ള സ്റ്റെപ്സ് ഇറങ്ങി നമ്മൾ നടക്കുമ്പോൾ ദൂരേക്ക് ഇങ്ങനെ ഒരു വാക്ക് വേ പോലെയാണ്. ഇവിടെയൊക്കെ സ്റ്റേകളാണ്. പക്ഷെ ഇവിടെ ഒന്നും തൽക്കാലത്തേക്ക് ഇപ്പം ആരും ഇല്ലാന്ന് തോന്നുന്നു. ലൈറ്റൊന്നും കാണുന്നില്ല. അങ്ങനെ ആ ബോർഡ് കണ്ടില്ലേ, വില്ലകളാണ് അവിടെ ഫുള്ള്. ക്യാമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ഏരിയ ആണ് കേട്ടോ. കുറച്ചധികം നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്, നന്നായി നടക്കാനുള്ള. ഇതിവിടെയൊക്കെ ക്യാമ്പ് സെറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്ന് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആംബിയൻസാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇൻഡോർ ഗെയിംസ് കളിക്കാനുള്ള ഏരിയ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഡെക്കറേഷൻ ബൾബൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലമാണ് ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ. അപ്പോൾ അവിടെ അന്നേ ദിവസം പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. വർക്കിംഗ് ഡേയിലാണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങൾക്ക് മൺഡേ ആണ് ഓഫ്, ഹസ്ബൻഡൊക്കെ ആയാലും. അപ്പോൾ ഞങ്ങൾ മൺഡേ ആണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ അന്ന് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു വൈബ് ചെയ്തതൊക്കെ ക്യാമ്പ് ഫയറിന്. അപ്പോൾ ഞങ്ങൾ ഗെയിം കളിക്കുകയാണ്. ലൂഡോ ലൂഡോ അല്ലേ, അതെ ലൂഡോ കളിക്കുക. അച്ഛനും ഞാനും കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഞങ്ങളും അതിൽ ജോയിൻ ചെയ്തു. ഗെയിം കളിക്കാൻ തുടങ്ങിയെങ്കിലും ഞങ്ങൾ കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള ആൾ വന്നിരുന്നു, സ്റ്റാഫ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് കളി ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അയാൾ വന്നതുകൊണ്ട്, ആ പുള്ളി വന്നതുകൊണ്ട് ഞങ്ങൾ ഗെയിം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് എൻഡിലെത്തിയിരുന്നു, എന്നാലും സ്റ്റോപ്പ് ചെയ്തു. കാരണം വേറെ ആരും ജോയിൻ ചെയ്യാനില്ല. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ കംപ്ലീറ്റ് ഗെയിം കളിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആരും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ അധികം ആരും ഇന്ന് സ്റ്റേ ഉണ്ടായിരുന്നില്ല എന്ന്. മൺഡേ ആയതുകൊണ്ടായിരിക്കാം. വീക്കെൻഡ് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് റേറ്റ് ഒക്കെ കൂടുതലാണ്. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ റേറ്റ് കുറവാണ്. ഞങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സാണ് ഞങ്ങളുടെ ഓഫ് ഡേ, മൺഡേയ്സ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമായിരുന്നു വൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒറ്റയ്ക്കൊക്കെ വൈബ് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് വൈബ് ചെയ്തു ക്യാമ്പ് ഫയറിൽ. ആരെയും കണ്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു, ആരെയും കണ്ടില്ല. ലാസ്റ്റ് ആരെയും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾ തന്നെ വൈബ് ചെയ്യുകയാണ് കേട്ടോ. പല ഡാൻസുകൾ, പല മൂമെൻറ്റ്സ്, പല പാട്ടുകൾ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേറെ വന്നു ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ. അവരുടെ തന്നെ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമുക്ക് ഇൻക്ലൂഡഡ് ഉള്ളൂ. ലഞ്ചായാലും ഡിന്നറായാലും നമ്മൾ തന്നെ പൈസ കൊടുക്കണം. ഓക്കെ, ലഞ്ച് നമുക്ക് കഴിക്കേണ്ടി വന്നില്ല. ലഞ്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഡിന്നറിന് നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഫ്രീ ആണ്, നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. അതാണ്. അപ്പോൾ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് റൂമിൽ പോയി ഉറങ്ങി. നെക്സ്റ്റ് ഡേ ആയിട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. എൻ്റെ ഡ്രസ്സ് മാറുമ്പോൾ മനസ്സിലാവില്ലേ നെക്സ്റ്റ് ഡേ ആണെന്ന്. ശരി, ഓക്കെ, നെക്സ്റ്റ് ഡേ ആണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ വയ്യ. നല്ല ഫുഡായിരുന്നു. അതുപോലെ സെർവ് ചെയ്തിട്ടുള്ള കുട്ടികൾ നല്ലതായിരുന്നു. നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് ഞങ്ങൾക്ക് ബുഫേ രീതിയിലല്ല, പകരം ഞങ്ങൾക്ക് സെർവിങ് ആയിരുന്നു. അവർ തന്നെ സെർവ് ചെയ്യലായിരുന്നു. ഞങ്ങൾ 2 ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ നേരത്ത് ഞങ്ങളുടെ ഒപ്പം വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് സെർവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ രാവിലെ ഒന്ന് നടന്നു. പൂളൊക്കെ രാവിലത്തെ വിഷൻ ഇതാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. പൂളിലിറങ്ങി ഒന്ന് ഇതാകുമ്പോഴത്തേക്കും ഞാനാകെ ഫ്രോസൺ ആയ പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. 11 മണിയൊക്കെ അടുക്കാറായി. ആ ഒരു സമയത്താണ് നമ്മുടെ ചെക്കൗട്ട് വരുന്നതും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടില്ലെന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിലായിരുന്നു. നല്ല ചൂട്. വെള്ളത്തിനാണെങ്കിലോ ടെക്കത്തെ തണുപ്പ്. ചൂട് വെയിലുണ്ടാകുമ്പോൾ വെള്ളം തണുക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നതൊക്കെ. പക്ഷേ നോ രക്ഷ, നല്ല തണുപ്പായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളത് കഴിഞ്ഞ് റൂമിൽ വന്നു, വില്ലയിൽ വന്നു. ഞങ്ങൾ
എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ ചെക്കൗട്ടിനുള്ള ഇതാണ് ചെയ്യുന്നത്. എല്ലാം എടുത്തു കെട്ടും ഭാണ്ഡവുമൊക്കെ ആയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ക്യാഷ് സെറ്റിൽമെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഡിന്നറിൻ്റെ ഒക്കെ ഫുഡിൻ്റെ ഒക്കെ സെറ്റിൽ ചെയ്യാനുണ്ടല്ലോ ക്യാഷ്, അതൊക്കെ സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു ടൈമിന് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിന് നമ്മൾ റൂമിൽ നിന്നൊക്കെ എന്തായാലും വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ആ സറൗണ്ടിങ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഊഞ്ഞാലുണ്ട്, സീസോ, അത് ഇതൊക്കെ. അപ്പം ഞങ്ങൾ എന്താക്കി, ഞങ്ങളുടെ ഇന്നർ ചൈൽഡിനെ എവേക്കൻ ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. നമ്മളെല്ലാവരുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിത്വമുണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ. ആ കുട്ടിത്വത്തിനെ നമ്മൾ സന്തോഷിപ്പിക്കുക. എത്ര വയസ്സാണെങ്കിലും നമ്മൾ പ്രായം കൂടിയെന്ന് ഓർത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയും ആരും എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കുട്ടികളുടെ സ്വിങ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ചെറിയ കുട്ടികളുടേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയാൽ നിങ്ങൾ തന്നെ കാശ് കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഇന്നർ ചൈൽഡിനെ സന്തോഷിപ്പിക്കാനാണെന്നല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിത്വത്തിനെ സന്തോഷിപ്പിക്കാനാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ, പൈസ കൊടുക്കേണ്ടി തന്നെ വരും. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ അപ്പം എൻ്റെ അമ്മ ജോയിൻ ചെയ്തു, എൻ്റെ ഹസ്ബൻഡ് ജോയിൻ ചെയ്തു, പിന്നെ അച്ഛനവിടെ എന്തോ സെറ്റിൽമെൻറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുട്ടിത്വത്തിനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് അവിടെ ഇരുന്ന് കറങ്ങുക. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ കഴിഞ്ഞിട്ടൊന്നുമില്ല, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് നല്ല നമുക്ക് സൈറ്റാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. ഞങ്ങളവിടെ വന്ന സമയത്ത് പൂളിൽ കളിക്കുന്ന സമയത്ത് അവർ ഡ്രോണൊക്കെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ നല്ല രസമായിരിക്കും കാണാൻ, ഈ ഒരു ഡാമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്കൊക്കെ ഇതൊക്കെയാണ് നമുക്ക് ഏരിയകൾ. ഇതാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. നല്ല ഭംഗിയാണ്. ആർക്കെങ്കിലും പോകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ കേട്ടോ. പക്ഷെ ആ റോഡാണ് പ്രശ്നം. നമ്മൾ തിരിച്ചിറങ്ങി അപ്പോഴും ആ റോഡ് നമുക്കൊരു വിഷയമാണല്ലോ. അപ്പോൾ കയറുന്നത് പോലെയല്ല ഇറങ്ങുമ്പോൾ കുറേ കൂടെ നമുക്ക് ആ റോഡിൻ്റെ ആ ഒരു ചാട്ടം ഒഴിവാവും. അപ്പോൾ അവർ എൻട്രൻസിൽ കൂടെ തന്നെ നമ്മൾ ഇറങ്ങി. കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് കുരങ്ങന്മാർ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ കുരങ്ങന്മാരെയും പിടിച്ച് അകത്തിരിക്കാനാണെങ്കിൽ പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ. റൂമിൽ തന്നെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ. അപ്പോൾ അതിൽ കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. പോകുന്ന വഴികളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ റോഡ് ഭേദമായപ്പോഴാണ് ഇതിൽ കയറിയത്. നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുള്ള അതേ വഴികളൊക്കെ തന്നെയാണ്. ഇതാണ് സൈഡിൽ കൂടെ നമ്മൾ കാണുമ്പോഴുള്ള വ്യൂ. ദൂരെ കാണുന്നില്ലേ മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ അതൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു, വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ നല്ല നല്ല സീനറിയൊക്കെ കാണുമ്പോഴുള്ള വീഡിയോകളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാന്ധിഗ്രാമം ഈ വയനാട്ടിലുള്ള ആ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറെ നാച്ചുറൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് ഓടിച്ചത് കുറച്ച് ദൂരം. അപ്പോൾ കുറ്റ്യാടി ചുരം വഴിയാണ് നമ്മൾ പോകുന്നത്. തിരിച്ച് കുറ്റ്യാടി ചുരം വഴിയാണ് കേട്ടോ ഇത്. ഞങ്ങളിപ്പോഴും ലഞ്ച് കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാഴ്ച ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ വലിയൊരു കാഴ്ചയൊന്നും ഇവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. വണ്ടിയൊക്കെ അവിടെ നിർത്തിയത് കണ്ടപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടാവും, നമുക്ക് വ്യൂ പോയിൻ്റ് പോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ വ്യൂ പോയിൻ്റ് അല്ല ആക്ച്വലി എന്തെങ്കിലും നല്ല വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. ഇതാണ് കേട്ടോ കുറ്റ്യാടി ചുരം. നമുക്ക് മറ്റേ മെയിൻ ചുരം വഴി വന്നു, തിരിച്ചു പോയത് കുറ്റ്യാടി ചുരം. കുറ്റ്യാടി ചുരം ഭയങ്കര ചെറിയ വഴിയാണ്, മറ്റേതുപോലെ വീതി ഉണ്ടാവില്ല. കുറ്റ്യാടി ചുരത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്, ചെറിയ വഴിയാണ്. അപ്പോൾ ഓപ്പോസിറ്റിൽ നിന്നൊരു വണ്ടി വന്നാലൊക്കെ നമ്മൾ സൂക്ഷിച്ച് എടുക്കണം. മറ്റേ ചുരം വഴിയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്, നല്ല വീതിയാണ്, സമാധാനത്തിൽ ഓടിച്ചു വരാൻ പറ്റും.
ഞങ്ങൾ തിരിച്ച് താഴേക്ക് എത്തി. ചുരം കഴിഞ്ഞ് താഴേക്ക് എത്തുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം, വെജ് ഹോട്ടലിൽ കയറാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ വണ്ടി എടുത്തത്. അങ്ങനെ നേരെ ഞങ്ങൾ ചെന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നേരെ വന്ന് കയറിയത് അവിടെയാണ് കാത്തു ഇച്ചു ഒക്കെ ഉള്ളത്, നിങ്ങൾക്ക് അറിയുന്ന കാത്തു ഇച്ചു ഒക്കെ ഉള്ളത്. അപ്പോൾ അവരവിടെ ഉണ്ട്. അവർ തിരിച്ച് നാട്ടിലെത്തിയ ദിവസമായിരുന്നു. 2 ദിവസം മുൻപാണ് അവർ നാട്ടിലെത്തിയത്. അപ്പോൾ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവരെയും കൊണ്ടിട്ട് പുറത്തേക്ക് പോയി, ബീച്ചിലേക്കൊക്കെ പോയി. കോഴിക്കോട് ബീച്ചിൽ പോയി, പിള്ളേരെ കൊണ്ട് മാത്രം. ഞാനും കിച്ചും ഇച്ചു കാത്തുമായിട്ട് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നതാണ്. കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാളുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ ഉന്തുവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അതൊക്കെ മാറ്റി ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ തന്നെ ഇതാക്കിയിട്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ നീണ്ട നിരയായിട്ട് ഫുഡാണ് കേട്ടോ, ഒരു സ്ട്രീറ്റ് പോലെ തന്നെ. ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നെന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഐസ്ക്രീം വാങ്ങി. പക്ഷെ വെറുതെ ഞാൻ ഐസ്ക്രീം കുറച്ച് കഴിച്ച് മതിയാക്കുന്ന ടൈപ്പാണ്. അപ്പം അത് ബാക്കി കഴിച്ചതും കാത്തുമാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നടന്നു. അങ്ങനെ കാടമുട്ട കണ്ടു. അവിടുത്തെ ഫേമസ് ആണ് കേട്ടോ, പ്രത്യേകത ഉള്ളൊരു സാധനമാണ് കാടമുട്ട. അങ്ങനെ കാടമുട്ട കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാനായിട്ട് പോയി. ഹലോ, എങ്ങോട്ടാ കേറി പോകുന്നേ? അങ്ങനെ ഇവർ വേഫിൾസ് പ്രാന്തന്മാരാണ് കേട്ടോ. അപ്പോൾ വേഫിൾസൊക്കെ വാങ്ങി അതായത് കഴിച്ചു. അതൊക്കെ അവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാത്തൂനൊക്കെ അച്ചുവിനൊക്കെ അവിടെ നിർത്തി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു. പുതിയതായിട്ട് അപ്പോൾ അവിടെ പാരഗണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് ഇവിടെ പാരഗൺ ആ ഒരു ബിൽഡിങ് ഞാൻ കാണിക്കുന്നില്ല, അവിടെ പാരഗണാണ് ഇപ്പോൾ പുതിയ കോഴിക്കോട്. ഈ ലൊക്കേഷനിലും പാരഗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വഴിയിൽ കണ്ടതാണ് ഈ ഒരു ചേട്ടനെ, നല്ലൊരു ആർട്ടിസ്റ്റ് കേട്ടോ. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ആർട്ട് വർക്ക്സാണ് ആൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ നമ്പറാണ് കാണുന്നത്. ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളിനെ കോൺടാക്ട് ചെയ്തോ ആ നമ്പറിൽ. അടിപൊളി വർക്ക്സ് കേട്ടോ, ഒരു രക്ഷയില്ല. കൊള്ളാം. കളർ പെൻസിൽ വെച്ചിട്ടല്ലേ? അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. പക്ഷേ ഞങ്ങൾ പാഴ്സൽ ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവരുമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നുണ്ടായേ. അങ്ങനെ എല്ലാവർക്കുമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ ചെയ്തത് ഫുഡ്. അങ്ങനെ അത്രയേ ഉള്ളൂ വീഡിയോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.